ഇവിടെ വെറുതെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. 9 മണിക്ക് രാവിലെ 9 മണിക്ക് മെട്രോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പോലത്തെ ഒരു സൈഡിലേക്ക് റോഡ് വേറെ സൈഡിലേക്ക് ഇറങ്ങിയാലാണ് ബസ് കിട്ടാന്നുള്ളത് നമുക്ക് അറിയണ്ടായില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹായ്, നമ്മളിവിടെ ജബൽ അലി സെൻട്രലിൽ കാർ പാർക്ക് ചെയ്തിട്ട് നടക്കുവാണ് മെട്രോ സ്റ്റേഷനിലേക്ക്. ജബൽ അലി സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ദുബായ് മാളിൽ പോയി ബുർജ് ഖലീഫയുടെ ഫൗണ്ടൻ, ഫയർ വർക്ക്സ്, ന്യൂ ഇയർ ഫയർ വർക്ക്സ് കാണുന്നതാണ് ആഗ്രഹം. അറിയില്ല നടക്കുമെന്ന്. ഇപ്പോൾ സമയം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എത്ര മണിയായി വരാട്ടെ? സമയം 8:06 ആയിട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റേഷനിൽ മാത്രമാണ് തിരക്കില്ലാതിരുന്നത്. ബാക്കി എല്ലാ സ്റ്റേഷനിലും തിരക്കായിരുന്നു. ഞങ്ങൾ ട്രെയിൻ കയറി നെക്സ്റ്റ് സ്റ്റേഷൻ ആയപ്പോഴേക്കും ഫുൾ റഷായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് സീൻസ് എടുത്തപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നില്ല എങ്ങനെയാവുമെന്ന്. പക്ഷെ അത് എടുത്തു വയ്ക്കാൻ പറ്റി എനിക്ക്. പിന്നെ ഇതേ കാണുന്നത് നമ്മൾ ദുബായ് മോളുടെ മുന്നത്തെ സ്റ്റേഷനിലേക്ക് നമ്മൾ ഇറങ്ങിയായിരുന്നു. കാരണം ന്യൂസ് റിപ്പോർട്ട് പ്രകാരം നമ്മൾ അത് നേരത്തെ ക്ലോസ് ചെയ്യുന്നതായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അത് സ്റ്റിൽ ഓൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു കയറി വീണ്ടും ദുബായ് മോൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഉള്ള തിരക്കാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഓവർ ബ്രിഡ്ജിൽ കയറി നോക്കിയപ്പോഴാണ് നമ്മൾ വിൻഡോയിലൂടെ കണ്ടത് നമ്മളുടെ സ്ട്രീറ്റ് എല്ലാം ലൈറ്റ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇത് കാണാൻ. നമ്മൾ വിചാരിച്ചു പോകണമെന്ന്, പക്ഷെ പോകാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ നമ്മൾ ദുബായ് മോളിൽ ഇങ്ങനെ നല്ല കുറേ വിഷ്വൽസൊക്കെ കണ്ട് നമ്മൾ വേഗം താഴേക്ക് നമ്മുടെ ഫയർ വർക്സിൻ്റെ അടുത്ത് സീറ്റ് വേഗം പിടിക്കാമെന്ന് വെച്ചാൽ നമ്മൾ പോയി. ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതേ വഴിയേ മനസ്സിലായിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന സമയത്താണ് കണ്ടത് ഇങ്ങനെ ഫുള്ള് എസ്കലേറ്ററിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ക്രൗഡഡ് ആവാതിരിക്കാൻ വേണ്ടി അവർ അതുപോലെ കയറുന്ന സ്ഥലത്തും ഭയങ്കര ക്യൂ ആയിരുന്നു. അവിടെയൊക്കെ കയറാനും ഇറങ്ങാനും എസ്കലേറ്റർ കയറാനും ഇറങ്ങാനും ഒക്കെ. അപ്പോൾ സ്പേസൊക്കെ ആക്കി ക്രൗഡഡ് ആവാതിരിക്കാനായിട്ട് അവർ കുറേ സെക്യൂരിറ്റീസിനൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്ത് ഫുള്ള് ഭയങ്കര മോണിറ്റേർഡ് ആയിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്കിപ്പോൾ ഫൗണ്ടൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ബുർജ് ഖലീഫയുടെ ഫയർ വർക്ക്സ് ഒക്കെ നേരിട്ട് ഇങ്ങനെ കാണാമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിത് വിധി നമ്മൾ ഫയർ വർക്ക്സ് കാണാൻ ഫാമിലിക്ക് വേണ്ടി അവർ സെപ്പറേറ്റ് ഏരിയ ഒരുക്കിയത് ഇങ്ങനെ പാർക്കിംഗ് സ്ലോട്ട്സിലൂടെയൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ മനസ്സിലായിരുന്നു ദുബായ് മാളുടെ പുറത്തേക്കാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നതെന്ന്. ഫൗണ്ടൻ്റെ ഭാഗത്തേക്കല്ലാന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ബാച്ചിലേഴ്സിന് കൊടുത്തിരുന്ന ഏരിയ അവരെ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് അവർ ഒരു എക്സിറ്റൊക്കെ വഴി അവർ പുറത്ത് ഒരു വേറെ സെപ്പറേറ്റ് ഏരിയ കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി അവർക്ക് നല്ലൊരു ഏരിയ ആയിരുന്നു കിട്ടിയത്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇൻസൈഡ് ബുർജ് ഖലീഫയുടെ ആ ബ്രോഡ് എൻഡൊക്കെ കാണാൻ പറ്റുമായിരുന്നു അവർക്ക് ബെറ്റർ വിഷനും. നമ്മൾ തൃശ്ശൂർ പൂരത്തിന് റോഡിലൂടെ നടക്കണ പോലെ ഉണ്ടല്ലേ. തിരിച്ചു പോരാണ്. അത് നമ്മൾ ചോദിച്ചു വെക്കാനായിട്ട് കാണാനില്ല. അങ്ങനെ ദുബായ് മോളുടെ എക്സിറ്റിൽ തന്നെ നമ്മളവിടെ കുറച്ചങ്ങനെ നീങ്ങിയിട്ട് ബുർജ് ഖലീഫിനെ കാണുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇത്രയും പേര് വന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ സെക്യൂരിറ്റി വന്ന് എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കി. നമ്മൾ വണ്ടന്മാർ ഒരിടയിൽ അവർ പറഞ്ഞ് വിശ്വസിച്ച് എഴുന്നേറ്റു. പക്ഷെ എന്നിട്ട് പിന്നെയും ആൾക്കാർ വന്നിരുന്നപ്പോൾ നമ്മളും കൂടെ വന്നിരുന്നു. ਇੱਕ ਚ ਵਧੀਆ ਨਹੀਂ ਹੋਈ ਜਿਹੜੀਆਂ ਦੋਨਾਂ ਚ ਲੱਗਾ ਬਣਾਉਣ ਨੂੰ। ਇੱਧਰ ਮਿਲੋ ਕਈ ਬਾਈ ਨੂੰ ਕਹਿੰਦਾ
കറങ്ങി അടിക്കില്ലേ? സൂത്രാണ് സൂത്ര. എടുത്തില്ല. പക്ഷെ അവിടെ കഴിഞ്ഞ ഫസ്റ്റ് തുടക്കത്തിലുള്ളത് ഇവിടെ കാണിക്കും. അടിപൊളി. ഇതെടുത്ത ഫയർ വർക്സ് ഒക്കെ കഴിഞ്ഞ് മുകളിൽ മെട്രോ കയറാൻ എത്തിയപ്പോഴാണ് കാണുന്നത് ഇവിടെ ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് സെക്യൂരിറ്റി കണ്ടാവും. അപ്പുറത്ത് ഫുള്ള് ക്യൂ, ഇപ്പുറത്ത് അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ക്യൂ, അതേപോലെ നമ്മൾ നിൽക്കുന്നിടത്തുണ്ട്. എന്നിട്ട് ഓരോ സെക്യൂരിറ്റീസ് അവിടെ നിന്നിട്ട് പറയുന്നത് ഇല്ല 1:30 ആവും തുറക്കാൻ എന്നൊക്കെ പറഞ്ഞു. അതിൽ ഏത് തുറക്കാന്നറിയില്ല, നിങ്ങൾ ക്യൂ പോയി നിൽക്കുക എന്നൊക്കെ പറയുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറെ സെക്യൂരിറ്റി വന്ന് പറയുന്നത് ഇല്ല അത് 9 മണിയൊക്കെ രാവിലെ 9 മണിക്കൊക്കെ തുറക്കുള്ളൂ എന്ന്. നിങ്ങൾ താഴെ പോയി ഷട്ടിൽ ബസ് കിട്ടും നിങ്ങൾക്ക്, എന്നിട്ട് അവിടുന്ന് മെട്രോ സ്റ്റേഷനിൽ പോകാം. അങ്ങനെ നമ്മൾ ഷട്ടിൽ ബസ് പിടിച്ച് നമുക്ക് കിട്ടിയത് ഡബിൾ ഡെക്കർ ആയിരുന്നു. അപ്പോൾ അതും എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഡബിൾ ഡെക്കറിൽ ട്രാവൽ ചെയ്യാനായിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ നമ്മുടെ ശോഭ സിറ്റി മോളിൽ ഡബിൾ ഡെക്കറിൽ കയറി ഒരു 100 rupees കൊടുത്ത് ഡബിൾ ഡെക്കറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ലൈവായിട്ട് ശരിക്കും ഞാൻ റിയലായിട്ട് ആസ്വദിച്ചു എന്തായാലും ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിൽ. അപ്പോൾ എനിക്ക് ബുർജ് ഖലീഫയുടെ ഫയർ വർക്സും കാണാൻ പറ്റി, അതുപോലെ ഡബിൾ ഡെക്കറിലും കയറാൻ പറ്റി. The final destination of this train is Expo 2020. The next ട്രെയിൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു പ്രയോറിറ്റി ക്യാബിൻ ഉണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് ഫ്രണ്ടൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കുറേ നേരം പോയിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റി. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ജബലലി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും മാറിക്കയറണം. കാരണം വേറെ റൂട്ടിൽ പോകുന്ന ട്രെയിനിലാണ് നമ്മൾ തിരക്ക് പിടിച്ച് ഓടിക്കയറി. ഇപ്പോൾ ട്രെയിൻ ഏത് വഴിക്ക് പോകണേന്ന് നോക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി ജബലലി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ വേറെ ട്രെയിൻ പിടിച്ച് നമ്മുടെ UAE എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ തിരിച്ച് പോയി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അബുദാബിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ദുബായ് മോളുടെ പുറത്ത് നിന്നിട്ടാണ് ബുർജ് ഖലീഫയുടെ ഫയർ വർക്സ് ഒക്കെ കണ്ടത്. അപ്പോൾ അതിനെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫുള്ള് ക്യൂ ആണ്, എല്ലായിടത്തും ക്യൂ നിന്ന് ഉള്ളിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ അവർ നമ്മളെ പുറത്തേക്കാണ് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് പോകണ്ടായിരുന്നത്. കാരണം ഉള്ളിലത്തെ നിന്ന് ആ ലേക്കിന്റെ അവിടെ ആ ഫൗണ്ടന്റെ ഒക്കെ അവിടെ നിന്ന് ഇത് കാണണം എന്നുണ്ടെങ്കിൽ എന്തോ പേയ്മെന്റ് ചെയ്യണം എന്ന് തോന്നുന്നു, ടിക്കറ്റ് എടുക്കണം എന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പുറത്ത് മാത്രമാണ്. അപ്പൊ അവരങ്ങനെ ഡയറക്റ്റ് ചെയ്ത് നമ്മളെ പുറത്തേക്ക് നിർത്തി അങ്ങനെ കണ്ടു. അങ്ങനെ ഒരു
സ്വപ്നം സാക്ഷാത്കരിച്ചു. ജാനുവരിയിൽ തന്നെ ബക്കറ്റ് ലിസ്റ്റിലൊന്ന് ടിക്ക് ഓഫ് ചെയ്തു ഞാൻ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ യാത്ര സുഗമമാക്കി തന്നത് മെട്രോ ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഫസ്റ്റ് മെട്രോ സ്റ്റേഷനായ UA എക്സ്ചേഞ്ചിൻ്റെ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തതും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പോയി. ശരിക്കും നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ഏകദേശം 9 o'clock ഒക്കെ ആയിരുന്നു. ബുർജ് ഖലീഫ അല്ലെങ്കിൽ ദുബായ് മോൾ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തിയത് 9 മണിക്കൊക്കെയാണ്. അപ്പോൾ ആ സമയത്തും മെട്രോ വർക്കിംഗ് ആയിരുന്നു, ഓൺ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഓരോ സോഷ്യൽ മീഡിയ ത്രൂ ഇങ്ങനെ റേഡിയോ FM റേഡിയോ ഒക്കെ വഴി അറിഞ്ഞതും സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞതൊക്കെ 4 മണിക്ക് റോഡ് ക്ലോഷർ ആയിരിക്കും, പിന്നെ 5 മണിക്ക് ദുബായ് മോളുടെ മെട്രോ സ്റ്റേഷൻ ക്ലോസ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ അതിന് മുന്നത്തെ ബിസിനസ് ബേ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് അവര് പറഞ്ഞു ബസ് എവിടെ കിട്ടാന്ന് ചോദിച്ചപ്പോഴാണ് അവര് പറഞ്ഞത് എന്തിനാ ബസ്, നിങ്ങൾക്ക് മെട്രോ ഇപ്പോഴും ഓണാണല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ചു കയറി ദുബായ് മോളുടെ മെട്രോ സ്റ്റേഷനിൽ പോയി ഇറങ്ങി. അപ്പൊ അവിടെ നിന്ന് നമുക്ക് തിരിച്ച് ഇപ്പൊ പിന്നെ ബാക്കി ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചിങ്ങനെ സ്ട്രീറ്റൊക്കെ നന്നായിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഫയർ വർക്ക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് ഫ്ലോന്റെ ഓപ്പോസിറ്റ്, ക്രൗഡ് ഫ്ലോന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത്. കാരണം അവിടെ നിന്ന് എല്ലാവരും ബുർജ് ഖലീഫയുടെ ഫയർ വർക്ക്സ് കണ്ട് ഇങ്ങോട്ട് വരുന്നു. നമ്മൾ ഇത് കണ്ട് നമ്മൾ സ്ട്രീറ്റിൽ ഡെക്കറേഷൻ കാണാൻ വേണ്ടി പോവാം. അങ്ങനെ നടക്കുമ്പോൾ അവർ സമ്മതിച്ചില്ല, സെക്യൂരിറ്റിമാരൊന്നും സമ്മതിച്ചില്ല. നമ്മള് വീണ്ടും റീഡയറക്ട് ചെയ്ത് മോളുടെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ഞങ്ങള് അപ്പൊ അവിടെ ചെന്ന് നമ്മള് മെട്രോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയപ്പോ സമയം ഒരു 12:30 ആ ടൈം, ഏകദേശം 12:30-12:45 അതിന്റെ ഇടയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോ മെട്രോ അവര് പറഞ്ഞു ക്ലോസ് ചെയ്തിരിക്കുകയാണ്, 1:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുള്ള് ക്യൂ ആ. ഒരു എൻട്രൻസ് അങ്ങനെ 3 ഗേറ്റ് ആക്കിയിട്ട് അവര് ഫുള്ള് ക്യൂ നിർത്തിക്കുന്നത്. എന്നിട്ട് നമ്മള് 2 ഗേറ്റ് ആക്കിയിട്ട് അവര് ക്യൂ നിർത്തി. 3ാമത്തെ നമ്മളിങ്ങനെ പരന്നിങ്ങനെ നിക്കാട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരാള് പറഞ്ഞ്, അവിടുത്തെ ഈ കോർഡിനേറ്റർ തോന്നുന്നു, ഇങ്ങനെ അയാള് വന്നിട്ട് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വെറുതെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, 9 മണിക്ക് രാവിലെ 9 മണിക്ക് മെട്രോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഗേറ്റ് നമ്പർ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്നിട്ട് ഗേറ്റ് നമ്പർ 1 പോയി കഴിഞ്ഞാൽ അവിടെ ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട്. അപ്പൊ അവിടെ പോയി നിങ്ങൾക്ക് സുഖമായിട്ട് മെട്രോയിലൊക്കെ പോവാലോ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നീട് അപ്പുറത്ത് പോയപ്പോ പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ ശരി എന്നാന്ന് വെച്ചിട്ട് നമ്മള് ബസ് പിടിക്കാൻ വേണ്ടി പോയി. അപ്പൊ ബസ് എവിടെയാന്ന് ഇറങ്ങിയിട്ട് ബസ്സൊന്നും കാണുന്നില്ല, ഫുള്ള് ടാക്സികൾ മാത്രമേ കാണുന്നത്. അപ്പൊ റോഡ് ക്രോസ് ചെയ്ത് വേറൊരു ബേസ്മെന്റ് പോലത്തെ ഒരു സൈഡിലേക്ക് വേറെ സൈഡിലേക്ക് ഇറങ്ങിയാലാണ് ബസ് കിട്ടാന്നുള്ളത് നമുക്ക് അറിയണ്ടായില്ല. അപ്പോ ഇങ്ങനെ ഒരു അവിടുത്തെ നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചു, നമുക്ക് ബസ് സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് തോന്നുന്നില്ല ബസ് സർവീസ് ഉണ്ടെന്ന്, പക്ഷെ നിങ്ങൾക്ക് മെട്രോ യൂസ് ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മെട്രോയിന് ദുബായ് മോൾ മെട്രോ ക്ലോസ്ഡ് ആണെന്നല്ലോ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾക്ക് അപ്പുറത്തുള്ള മെട്രോ സ്റ്റേഷൻസ് യൂസ് ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്നാ അങ്ങോട്ട് പോവാന്ന് വെച്ച് നമ്മള് താഴേക്ക് ഇങ്ങനെ നടക്കായിരുന്നു. നമ്മൾ എന്താ താഴേക്ക് നടക്കാൻ കാരണം, ഓക്കെ നമ്മള് അപ്പൊ അങ്ങനെ നമ്മള് എനിക്ക് തോന്നുന്നു ബിസിനസ് പേരിലേക്ക് പോവാന് നോക്കിയപ്പോ നമ്മുടെ അവിടെ നിന്ന് നടക്കാന് കുറെ ദൂരം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂർ മേലെ നടന്നാലാണ് 3.8 കിലോമീറ്റർ അങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ് പേരിലേക്ക് നടക്കാനായിട്ട്. ശരിക്കും നമുക്ക് അവിടെ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ. അവിടെ നിന്നാണ് നമുക്ക് തിരിച്ചുള്ള ട്രെയിൻ കിട്ടുക, മെട്രോ. അപ്പോൾ അപ്പോൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോവാമെന്ന് വെച്ച് നോക്കിയപ്പോൾ അയാള് അവിടെ നിൽക്കുന്ന പോലീസുകാർ നമ്മളെ ഡയറക്റ്റ് ചെയ്ത് നിങ്ങൾ ഈ വഴി കൂടെ പൊക്കോ, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് പോകാൻ
എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ട് അവിടെ ഫുള്ള് ബസ് സർവീസ്. അങ്ങനെ നോക്കി നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഷോപ്പ സിറ്റി മോളിൽ പോയപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോൾ ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയായിരുന്നു. 100 രൂപ കൊടുത്തിട്ടാണ് കയറിയ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് റിയലായിട്ട് എനിക്ക് ഓൺ റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഈ ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി, ഫസ്റ്റ് ഡേ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ 2-3 സ്റ്റേഷൻ അപ്പുറത്തെ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്തത് അവർ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾക്ക് വീണ്ടും ട്രെയിൻ പിടിച്ച് നമ്മൾ ഇവിടെ ലാസ്റ്റ് ഫസ്റ്റ് കയറിയ സ്റ്റേഷനിൽ UA എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സ്റ്റേഷൻ, നമ്മുടെ കാറ് പാർക്ക് ചെയ്ത സ്റ്റേഷനിലേക്ക് നമ്മൾ അങ്ങനെ ട്രെയിൻ ഇറങ്ങി തിരിച്ചതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കണ്ടു ബുർജ് ഖലീഫ അല്ലെങ്കിൽ ദുബായ് മോളിൻ്റെ മെട്രോ സ്റ്റേഷൻ ഓൺ ആയിരുന്നു. അപ്പം നമുക്കറിയില്ല അതപ്പോൾ ഓണായതാണോ അതോ അതിന് മുന്നേ ഓണായിട്ട് നമ്മളെ കടത്തിവിടാഞ്ഞതാണോ, ഇനി അവിടുത്തെ ആൾക്കാർ തിരക്ക് കുറയാൻ വേണ്ടി നമ്മളെ വേറെ റൂട്ടിൽ ഡയറക്റ്റ് ചെയ്തതാണോ ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്നും നോക്കണ്ട, ബസ് ഫ്രീ ആണ് ഷട്ടിൽ സർവീസസ്. അപ്പോൾ നമുക്ക് ഫയർവർക്സ് ഈ ബുർജ് ഖലീഫിൽ ഫയർവർക്സ് കണ്ടിട്ട് നമുക്ക് നേരെ ബസ് സർവീസിൻ്റെ അവിടേക്ക് പോയാൽ മതി. അവിടുന്ന് ഇപ്പോൾ ബിസിനസ് ബേയിൽ ആ റൂട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ റൂട്ടിലേക്കുള്ള ബസ് സർവീസ് നോക്കുക, അതിൽ കയറുക, മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം, പിടിക്കുക, അടുത്ത ട്രെയിൻ പിടിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. തിരിച്ചാണെങ്കിൽ അപ്പുറത്തെ സ്റ്റേഷനിൽ പോവാം, അവിടുന്ന് അതേപോലെ ബസ് സർവീസ് വഴി അപ്പുറത്തെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പുറത്തെ മറ്റേ സ്റ്റേഷൻ വഴിക്ക് പോവാം. അപ്പോൾ ഈ മെട്രോനെ കാത്ത്, ഈ ദുബായ് മോളിൻ്റെ മെട്രോനെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ നമ്മൾ ശരിക്കും റോഡിൽ നിന്ന് മോളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ടോപ്പ് ഫ്ലോറിൽ എത്തിയിട്ട് വേണം ഈ മെട്രോ സ്റ്റേഷൻ അവിടേക്ക് എത്താൻ. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മൾ താഴെ ഇറങ്ങിയിട്ടാണ് ബസ് സർവീസ്. അപ്പോൾ അത്രയൊന്നും എന്താ പറയുക, നിങ്ങൾ ഇതാക്കാൻ നിൽക്കണ്ട. അപ്പം ഞാനിതൊരു നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊരു വ്ളോഗ് ആക്കാം എന്ന് തന്നെ വിചാരിച്ചത്. കാരണം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എവിടെയും കണ്ടില്ല. യൂട്യൂബിൽ ഞാൻ കുറേ സെർച്ച് ചെയ്തിരുന്നു എങ്ങനെയാണ് ഈ ദുബായ് മോളിൽ അല്ലെങ്കിൽ ബുർജ് ഖലീഫയിലെ ഫയർവർക്സ് നമുക്ക് അടുത്ത് നിന്ന് ക്ലോസസ്റ്റ് ആയിട്ട് എങ്ങനെ കാണാൻ പറ്റും, അങ്ങനെയൊക്കെ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇതൊരു എന്നെപ്പോലെ ആദ്യമായിട്ട് ബുർജ് ഖലീഫയിലേക്ക് ഒരു ഫയർവർക്ക് ന്യൂ ഇയറിന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അല്ല, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ തിരിച്ചു പോകുന്ന പോക്കിന് ഞാനിപ്പോൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ 2025 നമ്മുടെ ന്യൂ ഇയർ നമ്മൾ ബുർജ് ഖലീഫ ഫയർവർക്സ് കണ്ടിട്ട് അതും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം ടിക്ക് ഓഫ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് മെട്രോയിലും ഡബിൾ ഡെക്കർ ബസ്സിലും എനിക്ക് കയറാൻ പറ്റി. എന്തായാലും ന്യൂ ഇയർ ഫസ്റ്റ് ഡേ എൻ്റെ അടിപൊളിയായിരുന്നു. വിനുവേട്ടന് വേണം അതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രൈസ് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വിനുവേട്ടന് തീരെ ഇഷ്ടമില്ല. വിനുവേട്ടൻ ഇന്നലെ മുതൽ ഈ കാര്യം ആലോചിച്ചിട്ട് ടെൻഷനായിട്ടിട്ട് തോന്നുന്നുണ്ട്. എന്നിട്ട് ഇന്നൊക്കെ എന്നെ വിളിച്ച് ചോദിക്കും, നമുക്ക് പോണോ, നമുക്ക് ഇവിടെ വല്ല ഗ്രില്ലൊക്കെ ചെയ്ത്, നമ്മുടെ വില്ലയില് പാർട്ടി ഉണ്ട്, ഗ്രിൽ പാർട്ടി ഉണ്ട്. അപ്പൊ അതിൽ ഗ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ വീട്ടിലിരുന്ന് ആഘോഷിച്ചാൽ പോരെ ന്യൂ ഇയർ ഒക്കെ. അല്ലെങ്കിൽ പിന്നെ അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവൽ അതിനെ കുറിച്ച് ചോദിച്ചില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ഒരുപാട് ക്യൂല് നിന്നിട്ടാണ് മുന്നത്തെ പ്രാവശ്യം ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവലിലെ ഫയർവർക്സ് കാണാൻ പോയത്. അപ്പം അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചില്ലായിരുന്നു. പക്ഷെ ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരുപാട് തവണ ശ്രമിച്ചായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, പിന്നേട്ടാ ഇത് ഞാൻ ആ ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവൽ കാണാൻ പോയപ്പോൾ, അതായത് മുന്നത്തെ പ്രാവശ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നെക്സ്റ്റ് ഇയർ ബുർജ് ഖലീഫയിൽ ഫയർവർക്സ് കാണാൻ പോകണമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇത് ഈ വർഷം കാണാൻ പോകണമെന്നായിരുന്നു. അപ്പോൾ അതെന്തായാലും നമ്മൾ കാണാൻ പോയി. അപ്പോൾ അതുകൊണ്ട് വിനുവേട്ടനാണ് അതിൻ്റെ
ചുക്കാൻ പിടിച്ച ആള്. പിന്നെ ഇപ്പൊ തൽക്കാലം വീഡിയോയിൽ വരാത്ത എന്താ വെച്ചാൽ ഡ്രൈവ് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് അറിയാലോ UAE ഫുള്ള് ഭയങ്കര കർശനാക്കിയിരിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിപ്പോ കേരളത്തിലുള്ളവർക്കാണ് കേട്ടോ എന്റെ വ്ലോഗ് കാണുന്നത്. കേരളത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ UAE എല്ലാവർക്കും അറിയാം. അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവറിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന എന്തും, അതായത് ഇപ്പൊ ഭക്ഷണം ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, ഈവൻ നമ്മൾ ഗൂഗിൾ മാപ്പ് പോലും നമ്മൾ നോക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ കയ്യിൽ വെച്ച് ഫോൺ വെച്ച് അല്ലെങ്കിൽ തൊട്ട് ഇങ്ങനെ ദൂരേക്കാണെങ്കിൽ പോലും പിടിച്ചങ്ങനെയൊന്നും നോക്കാൻ പാടില്ല. അത് ക്യാമറ ക്യാപ്ചർ ചെയ്താൽ നമുക്ക് വലിയൊരു ഫൈൻ കിട്ടും. അപ്പം അത് കാരണം കൊണ്ട് ആളൊന്നും സംസാരിക്കാത്തതാണ്. അപ്പോൾ അതാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റട്ടെ. നിങ്ങളുടെ കുറേ സ്വപ്നങ്ങൾ ഈ വർഷം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. നിങ്ങൾക്ക് സന്തോഷമുള്ള നിമിഷങ്ങൾ മാത്രം ദൈവം തന്ന് അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം തിരിച്ചും ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.